SK Junction. ഗുഡ് മോർണിംഗ്. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. ഇന്ന് SK ജംഗ്ഷനിൽ കൂടെ എത്തിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരോഗ്യപരമായിട്ട് ഒരു കാര്യത്തെ പറ്റി അറിയാനായിട്ട് പോവാണ്. നമ്മൾ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഏതൊക്കെ തരത്തിൽ നമ്മൾ ആ ഒരു ഭയത്തെ ചെറുക്കണം എന്നുള്ളത് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയും. നമുക്കറിയാം, ഹെർണിയ എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു ഡിസീസാണ്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഹെർണിയയെ അത്രയും ഭയക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഹെർണിയയെ നേരിടാനായിട്ട് പറ്റുന്നത് എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന, ഞാൻ കുറച്ച് മുൻപേ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പേർട്ടിനെ നമുക്ക് വെൽക്കം ചെയ്യാം. മിറ്ററ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ്. ഹായ്, വെൽക്കം ടു ദി ഷോ മാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ നമ്മൾ ഹെർണിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. പൊതുവേ ഈ ഒരു മേഖലയിൽ സർജൻസ് വളരെ കുറവാണ്. ഐ മീൻ ലേഡീസ് സർജൻസ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഈ ഫീൽഡിനോട്, സർജിക്കൽ ഫീൽഡിനോട് പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. നമ്മൾ MBBS പഠിക്കുന്ന സമയത്ത് തന്നെ. അതിനുശേഷം ഞാനൊരു MBBS ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു സർജൻ്റെ കൂടെ ഒരു വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അതിലൂടെ എനിക്ക് സർജറി ഫീൽഡ് ഭയങ്കരമായി ഇഷ്ടമായി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയ പഴുപ്പായിട്ട് വന്നാൽ പോലും അത് പൊട്ടിച്ചു വിടുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു സന്തോഷം നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫീൽഡിൽ ജനറൽ സർജറിയിൽ ഫീമെയിൽസിൻ്റെ ഒരു ഇത് കുറവായിരുന്നു. അപ്പം അതും എനിക്കൊരു പ്രചോദനമായിരുന്നു ഒരു ഫീമെയിൽ ജനറൽ സർജറി തന്നെ നിൽക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ റയറസ്റ്റ് ഓഫ് ദി റയർ അങ്ങനെ പറയാം അല്ലേ നമുക്ക്? സോ നമുക്ക് ഇന്ന് ഹെർണിയ എന്ന് പറയുന്ന നമ്മുടെ ഒരു പേടി സ്വപ്നമാണ് പലരുടെയും അല്ലെ? അപ്പോൾ ഈ ഒരു പേടി സ്വപ്നത്തെ നമുക്ക് എങ്ങനെ പോയാലും ഇന്ന് ഫൈറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന്. സോ നമുക്ക് അധികം വൈകാതെ ഇനി കം ടു ദ പോയിന്റ് എന്ന് പറയുന്ന പോലെ വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാനുള്ളൊരു കാര്യം, ജനറലി എന്താണ് ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖം? അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഹെർണിയാസ് നോർമലി കാണപ്പെടാറുണ്ട് വ്യക്തികളിൽ? അതായത് നമ്മുടെ വയറിൻ്റെ ഭിത്തിയിൽ ഒരു ദ്വാരം വീഴുകയും അതിലൂടെ കുടലോ കുടലിൻ്റെ ഒരു ആവരണമോ ആന്തരിക അവയവമോ തള്ളി പുറത്തേക്ക് വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദ്വാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വയറ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ അകത്തെ കുടലോ അല്ലെങ്കിൽ കരളോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയുടെ അടിയിൽ കട്ടിക്ക് മസിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ മസിലിൻ്റെ ഭാഗം അകന്നു പോവുകയോ മസിൽ വീക്ക് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മസിൽ കുറച്ചും കൂടെ അകന്നകന്നകന്ന് അവിടെ ഒരു സ്പേസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് കിടക്കുന്ന ഈ കുടൽ കുറച്ച് പുറത്തോട്ട് തള്ളി വന്ന് നമ്മുടെ തൊലിയുടെ അടിയിൽ നമുക്ക് ഫീൽ ചെയ്യാനും അല്ലെ കാണാനും പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഹെർണിയ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പുക്കിളിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയാം. ഇനി അടിവയറിൻ്റെയും തൊടയുടെയും ഇടയിലായിട്ട് കൂടുതലും ആണുങ്ങളിൽ കാണുന്ന ഹെർണിയ, അത് ഇൻഗ്വൽ ഹെർണിയ എന്ന് പറയും. പിന്നെ ബാക്കി നമുക്ക് പണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആ മുറിവിൽ വരുന്ന ഹെർണിയക്ക് ഇൻസെഷൻ ഹെർണിയ എന്ന് പറയും. അങ്ങനെ നമ്മുടെ വയറിൻ്റെ പല ഭാഗത്തായിട്ട് വരുന്ന ഹെർണിയക്ക് നമ്മൾ ചെറിയ ചെറിയ ഓരോ പേരുകൾ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പം ഒരു ഉദാഹരണം പറയുവാണ് ഹെർണിയക്ക് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മാവെടുത്ത് നമ്മൾ മുകളിൽ നിന്നൊരു പ്രഷർ കൊടുക്കുമ്പോൾ ആ ചില്ലിൻ്റെ ദ്വാരത്തിലൂടെ ഇത് പതുക്കെ പുറത്തേക്ക് തള്ളി വരും. അപ്പം ചെറിയ ദ്വാരമാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഇനി ആ ചില്ലിനകത്ത് ഒരൊറ്റ ദ്വാരം, വലിയൊരു ദ്വാരമാണെങ്കിൽ മാവങ്ങ് ഇട്ടാൽ മതി, ചിലപ്പോൾ അതങ്ങ് തള്ളി വരും. അപ്പം അതുപോലെയാണ് നമ്മുടെ ഹെർണിയയുടെ കാര്യം. അത് തുടങ്ങുന്ന സമയത്ത് മസിലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ദ്വാരമേ ഇട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പം നമുക്ക് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുമ്പോഴോ അത് കാണുന്ന വരത്തില്ല. പക്ഷേ ഈ പ്രഷർ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന സമയം നമ്മൾ പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ ചുമയ്ക്കുക, അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാൻ ഒത്തിരി പാടുള്ളവർ ഈ ബാത്റൂമിൽ പോയി ഒത്തിരി സ്ട്രെയിൻ ചെയ്യും, മുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വയറിൻ്റെ അകത്ത് പ്രഷർ കൂടും. അതല്ലാന്നുണ്ടെങ്കിൽ വയസ്സ് ചെയ്യുന്ന അപ്പച്ചന്മാർ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉള്ളവർ മൂത്രം ഒഴിക്കാൻ വേണ്ടി അടിവയറ്റിൽ കുറച്ച് പ്രഷർ കൊടുക്കണം, എന്നാലും മൂത്രം പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വയറിൻ്റെ പ്രഷർ കൂടുമ്പോൾ ഈ ചെറിയ ദ്വാരത്തിലൂടെ ഇത് പുറത്തോട്ട് തള്ളി വരും. നമ്മുടെ ദ്വാരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, വെറുതെ എണീറ്റ് നിന്നാൽ തന്നെ അത് പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഹെർണിയ അതിൻ്റെ ആ സൈസിൻ്റെ വെച്ച് നമ്മൾ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമുക്ക് എല്ലാവർക്കും, ഇവൻ ഒരു ചെറിയൊരു കുട്ടിക്ക് പോലും എന്താണ് ഹെർണിയ എന്നുള്ളത് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഹെർണിയ എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തെ പറ്റി കുറെ കാര്യങ്ങൾ അറിയാനായിട്ട് പോവാണ്. ഇനി പേടിക്കേണ്ടതില്ല, നമ്മൾ എന്തായാലും ഈ ഒരു പേടിയെ മാറ്റാനുള്ള കുറേയധികം ടിപ്സ് നമ്മുടെ സ്വന്തം ജോസ്ന മാം പറഞ്ഞു തരും. പക്ഷേ പാട്ടുകൾക്ക് ശേഷം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. 89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം.
ഇന്ന് നമ്മൾ ഹെർണിയ എന്ന് പറയുന്ന അസുഖത്തെ പറ്റി കുറേയധികം കാര്യങ്ങൾ അറിയാനായിട്ട് പോവാണ്, കൂടുതലായിട്ട് അറിയാൻ പോവാണ്. സോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് ഒരു എക്സ്പെർട്ട് തന്നെയാണ്, നമ്മുടെ മിറ്റേറ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ്. മാം, എന്താണ് ഹെർണിയ, അതുപോലെ ഹെർണിയയിൽ വരുന്ന ടൈപ്സ്, അല്ലെങ്കിൽ ജനറലി നമ്മൾ കണ്ടുവരുന്ന വ്യക്തികളിൽ കണ്ടുവരുന്ന ടൈപ്സ് ഒക്കെ നമ്മൾ സംസാരിച്ചു. എന്താണ് ഹെർണിയ എന്നുള്ളത് ഇത്രയും ക്ലിയർ ആയിട്ട് എവിടെ നിന്നും മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇനി നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോവാണ് ജോസ്ന മാം. സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത് വരാനുള്ള ബേസിക് കാരണങ്ങൾ, റീസൺസ് എന്താണ്? ഇത് കൊച്ചു കുട്ടികളിൽ മുതൽ പ്രായമായവരിൽ വരെ വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ആൺകുട്ടികളിൽ ഈ വൃഷ്ണസഞ്ചിയിലിരിക്കുന്ന വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ ബോൾസ് അല്ലെങ്കിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന അവയവം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഇത് ആ കുട്ടികളുടെ വയറിനകത്താണ് രൂപപ്പെടുന്നത്. എന്നിട്ട് പതുക്കെ ഈ 9ാം മാസം ഡെലിവറി ആവുന്ന സമയത്ത് ഇത് വയറിൻ്റെ ഭിത്തി തുറന്ന് അത് ആ വൃഷ്ണസഞ്ചിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഭിത്തിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ഇത് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടായി കഴിയുമ്പോൾ നോർമലി ഈ ഗ്യാപ്പ് അടഞ്ഞു പോകും. പക്ഷേ ഈ ചില മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിലൊക്കെ ഈ ഗ്യാപ്പ് ചിലപ്പം അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അമ്മമാർ ശ്രദ്ധിക്കും, കുട്ടികൾ കരയുന്ന സമയത്ത് ഈ അടിവയറിൻ്റെയും തുടയിലും ഇടയ്ക്കായിട്ട് ഈ മുഴ കാണുന്നത്. ഈ മുഴ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഗ്യാപ്പിലൂടെ കുടലോ അല്ലെങ്കിൽ വയറിനകത്ത് ചെറിയ വെള്ളമോ ഇറങ്ങി വരുന്നതായിരിക്കാം. ഈ കുട്ടികളിൽ കാണുന്ന ഹെർണിയ ഇതിനൊരു ഉദാഹരണമാണ്. ഇനി നമ്മൾ വലുതാവുമ്പോൾ, അതായത് നമ്മുടെ പ്രഗ്നൻസി സമയത്തൊക്കെ നമ്മുടെ യൂട്രസ് വലുതാവും. അതുപോലെ തന്നെ അപ്പം നമ്മുടെ വയറിൻ്റെ മസിലുകൾ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്ത് പോകും. അപ്പം നമ്മുടെ വയറിൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്ന പുക്കിളിൻ്റെ ഭാഗമാണ്. പുക്കിളിൻ്റെ ഭാഗത്തെ മസിലായിരിക്കും കുറച്ചും കൂടെ അങ്ങ് അകന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി സമയത്ത് കൂടുതലും കാണുന്നത് പുക്കിളിൻ്റെ ഭാഗത്ത് വരുന്ന ഹെർണിയാണ്. അതിന് അമ്പലിക്കൽ ഹെർണിയ എന്ന് പറയും. 2-3 പ്രസവം കഴിയുമ്പോൾ ആ ഗ്യാപ്പ് കുറച്ചും കൂടെ കൂടി ഇതൊരു വലിയ ഹെർണിയാകുകയും ചെയ്യും. പിന്നെ ഈ ആണുങ്ങളിൽ കൂടുതലും പുക വലിക്കുന്നവരിൽ മസിലിന് ബലക്കുറവ് വരും. അത് മസിലിനകത്തെ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞ് മസിലിന് നല്ല ബലക്കുറവ് വരുമ്പം അവർക്ക് ഈ തൊടയുടെയും നമ്മുടെ അടിവയറിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് ഹെർണിയ വരും. അപ്പോൾ ആണുങ്ങളിൽ കൂടുതൽ കാണുന്നത് ഇംഗുലർ ഹെർണിയകളായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ടൊരു ഓപ്പറേഷൻ ചെയ്തു, വയറിലൊരു മുറിവിട്ടു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ വയറിൻ്റെ മസിൽ തുന്നി വെക്കും, തൊലി തുന്നി വെക്കും. അപ്പം ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് പൊക്കുവോ അല്ലെങ്കിൽ ആ മുറിവിൽ ഇൻഫെക്ഷൻ വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മസിൽ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ളവരിൽ ഈ മസിൽ പതുക്കെ അയയാൻ തുടങ്ങും, അതിനിടയിൽ ഒരു ഗ്യാപ്പ് വരും. അപ്പം അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്കാറിൽ ഇതുപോലെ ബൾജ് വരുന്നത്. അപ്പോൾ ഇതിന് ഇൻസിഷൻ ഹെർണിയ എന്ന് പറയും. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഹെർണിയയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മസിലിനിടയിലുള്ള ഈ ബലക്കുറവ് തന്നെയാണ്. താങ്ക് യു സോ മച്ച് മാം. ഏതൊക്കെ കാരണത്താലാണ് ഹെർണിയ ഓരോ ഏജ് കാറ്റഗറിയിലും, അങ്ങനെ ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ എങ്ങനെയാണെന്നും അതുപോലെ അഡൾട്ട്സിലാണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്നും മാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ കാരണങ്ങൾ അറിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളതും പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും ഹെർണിയ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു അംബിലിക്കൽ ഹെർണിയ, അത് കൂടുതലായിട്ടും നമ്മൾ പൊക്കിളിലൂടെ വരുന്നതാണ്, സ്ത്രീകളിൽ കൂടുതലായിട്ടും കാണപ്പെടാറുണ്ട്. പക്ഷേ ഹെർണിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പുരുഷന്മാരിലെ ഹെർണിയ തന്നെയാണ്. സോ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേൾക്കും. ജോസ്ന മാം കൂടെ തന്നെയുണ്ട്, മിറ്റേറ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. 89.6 FM സർഗക്ഷേത്ര SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. അങ്ങനെ ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുന്ന സമയത്തെ നമ്മൾ ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗത്തെ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തെ പറ്റി ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്, നമ്മളെ ഇൻഫോർമേറ്റീവ്ലി റിച്ച് ആക്കാൻ കൂടെ എത്തിയിട്ടുള്ള ഒരു എക്സ്പെർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മിറ്റേറ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ് ആണ്. മാം, നമ്മൾ ഹെർണിയയുടെ കാരണങ്ങൾ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഓരോ പ്രായത്തിലുള്ള വ്യക്തികൾക്കും എങ്ങനെയാണ് ഹെർണിയ വരാനുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്നു. ഇനി നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു കൂടുതലായിട്ടും ഹെർണിയ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ് കമ്പാരിറ്റീവ്ലി. സോ പുരുഷന്മാരിൽ ഇത് കൂടുതൽ കണ്ടുവരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ മാം? പുരുഷന്മാരിലും സ്ത്രീകളിലും ഏകദേശം ഒരുപോലെ നമുക്ക് കാണാം. എന്നാലും പുരുഷന്മാരിലും കൂടുതൽ ഹെർണിയ വരുന്നത് നമുക്ക് ആ തൊടയുടെ ഇടയിലും അടിവയറിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്താണ്. അപ്പം അത് ചിലപ്പോൾ കൂടുതലും അവരായിരിക്കും കൂടുതലും കുറച്ചും കൂടെ വെയിറ്റ് കൂടുതൽ പൊക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരായിരിക്കും കൂടുതൽ ഡോക്ടർമാരെ കാണാൻ വരും. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഒരു കാരണം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സ്റ്റഡി പ്രകാരം 2 കൂട്ടരിലും ഹെർണിയകൾ വരാറുണ്ട്. അപ്പോൾ കൂടുതലും പുരുഷന്മാരിൽ വരാൻ, പിന്നെ ഈ സ്മോക്കിംഗ് ഒരു വലിയ ഫാക്ടറാണ്. പുക വലിക്കുന്നവരിൽ ഈ പറഞ്ഞ പോലെ മസിലിൻ്റെ ബലം കുറവാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പം അതും കൂടുതൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് എഫേർട്ട് വരുന്നത്, അങ്ങനെ ഒരു സ്മോക്കിങ്ങിൻ്റെ. അപ്പം അങ്ങനെ എല്ലാം കൂടെ നമുക്ക് പുരുഷന്മാർക്ക് ടെങ്കിൾ ഹെർണിയ
കൂടുതൽ കാണുന്നു എന്നുള്ളത് പറയാം. പക്ഷേ സ്ത്രീകളിലാണെങ്കിൽ കൂടുതൽ അംബ്ലിക്കൽ ഹെർണിയ ആയിരിക്കും കൂടുതൽ വരുന്നത്. സോ ഹേർണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരാറുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളതും പുരുഷന്മാരിലെ ഹേർണിയാണ്. സോ എന്ത് കാരണത്താലാണ് ഇത് കൂടുതലായിട്ടും പുരുഷന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വരാനുള്ള കാരണം എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കേട്ടു. ആൻഡ് ജോസ്ന മാം നമ്മോടൊപ്പം തന്നെയുണ്ട്. നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് പോകുന്നത്. പാട്ടിന് ശേഷമാണ് ഇനി നമ്മൾ കൂടുതലായിട്ടും ഹേർണിയയുടെ ലക്ഷണങ്ങളെ പറ്റി അറിയാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. പൊതുവെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന കുറേയധികം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഹേർണിയകളായിട്ട് മാറുന്നത് അല്ലേ. സോ ഇന്ന് ഹേർണിയ എന്ന് പറയുന്ന അസുഖത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പോവാണ്. ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ അറിയുന്നുണ്ട്. സോ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എക്സ്പെർട്ടിനെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. മിറ്റേര ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ് മാം. നമ്മൾ ഹേർണിയ എന്താണെന്നും ഹേർണിയ വരാനുള്ള കാരണങ്ങളും സ്പെഷ്യലി നമ്മുടെ പുരുഷന്മാരിൽ ഹേർണിയ വരാനുള്ള കാരണങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷണങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അറിയുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആ ഒരു ചാൻസ് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് നമുക്ക് ഹേർണിയയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റുക? ഇപ്പം കൊച്ചു കുട്ടികളിലാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ കരയുന്ന സമയത്ത് അമ്മ ശ്രദ്ധിക്കും ഈ അടിവയറിലും തൊടയുടെ ഇടയിലും ഭാഗമായിട്ട് ഒരു ബൾജ് വരുന്നതും അവർ ആക്റ്റീവായിട്ട് കളിച്ച് തിരിച്ച് കിടക്കുമ്പം അത് താന്നു പോകുന്നതും. അപ്പം അമ്മമാരുടെ ഒരു കംപ്ലയിൻറ്റ് അങ്ങനെയായിരിക്കും. വയറിനകത്ത് ഈ പ്രഷർ കൂടുമ്പോൾ ഇത് തള്ളി വരികയും ഒരു പ്രഷർ ഇല്ലാത്ത ഒരവസ്ഥയിൽ അതവിടെ ഉണ്ടാവത്തുമില്ല. അതായിരിക്കും കൊച്ചു കുട്ടികളിൽ വരുന്നത്. വലുതാവുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു ദ്വാരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനകത്തെ പ്രഷർ കൂടിയാൽ മാത്രമേ അത് തള്ളി പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ചുമ വരിക, അല്ലെങ്കിൽ ഈ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ മലബന്ധം ഉള്ളവർ, ബാത്റൂമിൽ പോയി ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പ്രായമായ അപ്പച്ചന്മാർക്ക് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീർത്തിരിക്കുന്നവർക്ക്, അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കരളിന് അസുഖം വരുമ്പോൾ നമ്മുടെ വയറിനകത്ത് ഫ്ലൂയിഡ് കിട്ടും. അപ്പം ഇങ്ങനെയുള്ളവർക്കും വയറിനകത്തെ പ്രഷർ എപ്പോഴും കൂടി നിൽക്കും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇത് തള്ളി വരും. അപ്പം ഇത് തള്ളി വന്നിരിക്കും. നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴോ ഇത് കയറിപ്പോകും. അപ്പം ഇതാണ് ഹെർണിയയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം ചിലർക്ക് ചെറുത് വേദനയായിട്ടും ആദ്യമേ വരാം. അതായത് ചെറിയൊരു ദ്വാരമാണ്, ചെറിയൊരു ഫാറ്റിൻ്റെ അംശം അതിനകത്ത് കയറി ഇരുന്നെന്ന് വെച്ചു. അപ്പം അവർക്കതൊരു വേദനയായിട്ടും വരാം. പക്ഷെ കൂടുതലും മുഴയായിട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം പണിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റ് പൊക്കുമ്പോഴോ ഈ തള്ളി പുറത്തോട്ട് വരികയും നമ്മൾ കിടക്കുമ്പം അത് കാണാതെ പോവുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഹെർണിയ തന്നെയാണ്. ഇനി ഈ ഇൻഗ്വൽ ഹെർണിയ എന്ന് പറഞ്ഞ് ഈ അടിവയറിലും തൊടയുടെ ഇടുപ്പിലും തൊടയുടെ ഭാഗത്തുമായിട്ട് വരുന്ന ഹെർണിയ ആണുങ്ങളിൽ വരുമ്പം അവിടെ ഒരു ബൾജായിട്ടായിരിക്കും ആദ്യം വരുന്നത്. അതവർ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിയുമ്പം ഈ കുടൽ ഇറങ്ങി വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങി വരും. അപ്പം അങ്ങനെയായിരിക്കും ആണുങ്ങളിൽ അത് പ്രസന്റ് ചെയ്യുക. അവരത് വെച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവർ പറയും പണിയെടുക്കുമ്പം ഇങ്ങനെ എന്തോ തള്ളി വരുന്ന പോലെ തോന്നും, പക്ഷെ രാത്രി കിടന്ന് രാവിലെ എണീക്കുമ്പം ഈ മുഴ കാണത്തുമില്ല. അപ്പം ഇങ്ങനെയാണ് ടിപ്പിക്കലായിട്ടൊരു ഹെർണിയയുടെ ഒരു പ്രസന്റേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരിക. അപ്പം അവരുടെ ലോകലക്ഷണം അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു മുഴ വരികയോ ആ മുഴ അവിടെ സ്ഥിരം നിൽക്കാതെ നമ്മൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴോ അത് ഉള്ളിലേക്ക് കയറി വരികയോ അല്ലെങ്കിൽ ആ മുഴ അപ്രത്യക്ഷമാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഹെർണിയ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഹേർണിയ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഹേർണിയയുടെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ മാം പറഞ്ഞായിരുന്നു. അതുപോലെ നമുക്ക് ഹേർണിയ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നും കൂടി മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് ഇപ്പോൾ വയറിൽ ഇതുപോലെ മുഴ അല്ലെങ്കിൽ ഹെർണിയ ഉണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ഹെർണിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ ആളെ കൊണ്ട് ചുമപ്പിച്ച് നോക്കുമ്പം ഈ മുഴ തള്ളി വരികയും ആളെ കിടത്തി നോക്കുമ്പോൾ അത് കയറി പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ OP വെച്ച് തന്നെ ഇത് ഹെർണിയ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇവരെ കൊണ്ട് ഒരു സ്കാൻ ചെയ്യിപ്പിക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെർണിയയുടെ സൈസ് നമുക്ക് അറിയാൻ പറ്റും. സൈസ് എന്തിനാ അറിയുന്നതെന്ന് ഞാൻ ബാക്കി മാനേജ്മെൻറ്റ് വരുമ്പോൾ പറയാം. അപ്പം ഈ സൈസ് നമുക്ക് അറിയണം. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ തള്ളി വരുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഈ ഇൻഗ്വൽ ഹെർണിയയിലൊക്കെ മൂത്രസഞ്ചി വരെ തള്ളി വരാം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഓപ്പറേഷന് മുമ്പ് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്രായമായ അപ്പച്ചന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീർത്ത് കിടപ്പുണ്ടെങ്കിൽ അതും ആ സ്കാനിനകത്ത് കിട്ടും. അപ്പം നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീർത്ത് കിടപ്പുണ്ടെങ്കിൽ ആദ്യം അതും കൂടെ ഒന്ന് ചികിത്സിക്കണം. ഇല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷവും ഇവർ ഈ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഹെർണിയ ചെയ്യുന്നത് വെറുതെ ആവും. പിന്നെ അത് മാത്രമല്ല, ഒരു 45-50 വയസ്സ് കഴിയുമ്പം ഉള്ള ആൾക്കാരിൽ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് വയറിനകത്ത് വേറെ മുഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടിപ്പോ ചുരുക്കമോ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. കാരണം ചിലപ്പോൾ ഒരു വേദനയായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഈ ഹെർണിയ ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയും വേദന ഹെർണിയയുടെ ഡോക്ടറെ ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയും. ശരിക്കും വേദന
വേദന ചിലപ്പോൾ ഇതിൻ്റെ ആവണം നിർബന്ധമൊന്നുമില്ല. കുടലിനകത്തെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ വയറിനകത്ത് വേറെ എന്തെങ്കിലും ഒരു മുഴ കൊണ്ടും ഇങ്ങനെയൊക്കെ വരാം, അതായത് വേദന വരാം. ഹെർണിയയുടെ ടിപ്പിക്കൽ വേദന ആവണം എന്ന് പോലുമില്ല. അപ്പം ഒരു പ്രായം ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും ഹെർണിയ ചെയ്യുന്നതിന് മുമ്പ് വയറിൻ്റെ ഒരു CT സ്കാനോ അല്ലെങ്കിൽ കുടലിൻ്റെ ഒരു കൊളോണോസ്കോപ്പിയും കൂടെയൊക്കെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് OP വെച്ച് തന്നെ ഡയഗ്നോസ് ചെയ്യാം, പക്ഷേ എപ്പോഴും ഒരു സ്കാൻ ചെയ്തിട്ട് വേണം ബാക്കി ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ചെല്ലാൻ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ ലക്ഷണങ്ങളും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഹെർണിയ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ആവശ്യം ഇതിനൊരു സൊല്യൂഷനാണ്. നമ്മൾ ഏതൊരു പ്രശ്നത്തിനാണെങ്കിലും സൊല്യൂഷൻ തന്നെയാണ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആ പ്രശ്നത്തിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സോ ഇനി അതിനുള്ള ടൈമാണ്, പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK Junction on സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അനയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് ഹെർണിയ എന്ന് പറയുന്ന രോഗത്തെ മനസ്സിലാക്കാൻ പോവാണ്, കൂടുതൽ അറിയാനായിട്ട് പോവാണ്, ആൻഡ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. സോ മിറ്റേര ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ് ആണ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് SK Junctionൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് നേരമായിട്ട് നമ്മൾ ഹെർണിയ എന്ന് പറയുന്ന അസുഖത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയെ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ ഈ ഒരു രോഗം നമ്മളിലേക്ക് എത്താം, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ആണ് നമ്മൾ അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സോ ഇനി മാം നമുക്കറിയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഹെർണിയ ഭേദമാകാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ സർജറി തന്നെയാണോ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഹെർണിയയ്ക്ക് സർജറി അല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലിന് വരുന്ന ബലക്കുറവാണ്. ആ ബലം കുറവ് കാരണം മസിൽ അകന്ന് പോവാന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് ജിമ്മിൽ പോയിട്ട് മസിൽ വെച്ച് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് മസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹെർണിയ രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ ഹെർണിയയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞത് ഇപ്പോൾ ഹെർണിയ ഇല്ലാത്ത ഒരാൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് മസിലിന് ബലം പെടുത്തിയാൽ അത് വളരെ നല്ലതായിരിക്കും. പക്ഷേ ഹെർണിയ വെച്ചുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ആ ദ്വാരത്തിനകത്ത് നമ്മൾ ഈ വെയിറ്റ് എടുക്കുമ്പോൾ വയറിനകത്തെ പ്രഷർ പിന്നെയും കൂടുകയും ആ ദ്വാരത്തിനകത്തോട്ട് കുടലിറങ്ങി വരുന്നത് കൂടുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ ജിമ്മിൽ പോകുന്നത് വഴി ഹെർണിയ മോശമാകുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഹെർണിയ ഉള്ള ഒരാൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കാൻ നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഹെർണിയയ്ക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറി മാത്രമാണ്. അപ്പം അതെപ്പോഴും മനസ്സിൽ വെക്കുക. വേറെ ഒരു വഴിക്കും പോകരുത്, വേറെ ഒരു ചികിത്സയ്ക്കും പോകരുത്. നമ്മളെപ്പോഴും സർജറി അല്ലെങ്കിൽ സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഹെർണിയയ്ക്കില്ല. ഹെർണിയയ്ക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറി മാത്രമാണെന്ന് മാം കൃത്യമായിട്ട് നമുക്ക് ഒരു ഉറപ്പ് തന്നിരിക്കുകയാണ്. സോ അത് ഏതൊക്കെ തരത്തിലാണുള്ളത് മാം? സർജറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? നമുക്ക് 2 രീതിയിലുള്ള സർജറിയാണുള്ളത്. ഒന്ന് ഓപ്പൺ സർജറി, രണ്ടാമത്തത് ലാപ്രോസ്കോപ്പിക് താക്കോൽദ്വാരം അല്ലെങ്കിൽ കീഹോൾ സർജറി. ഇപ്പോൾ ഓപ്പൺ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹെർണിയ വന്ന ഭാഗത്ത് മുറിവിട്ട് ആ ഹെർണിയയുടെ ദ്വാരം കണ്ടുപിടിച്ച് അവിടെ വല എന്ന് വെച്ചാൽ നമ്മൾ മെഷ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ വല നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട ഒരു മൊസ്കിറ്റോനെ കൊതുക് വല പോലത്തെ ഒരു വല, അത് വെച്ചിട്ട് നമ്മുടെ മസിൽ ബലപ്പെടുത്തും. മസിൽ അടയ്ക്കും, അതിൻ്റെ പുറമെ ഇത് വെച്ച് മസിലിനെ ബലപ്പെടുത്തും. അങ്ങനെ ആ ദ്വാരം അടയും. ഇതാണ് നമ്മൾ സർജറി എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ സർജറിയിൽ നമ്മൾ ഈ മുറിവിടും, വലിയ മുറിവിടും, അതായത് ദ്വാരത്തിൻ്റെ അവിടെ മുറിവിട്ട് കഴിഞ്ഞ് നമ്മൾ ആ ദ്വാരം കണ്ടുപിടിച്ച് നമ്മൾ ഈ മെഷ് വെക്കും. ഈ മെഷ് വെക്കുമ്പം നമ്മളിപ്പോൾ 2 സെൻറ്റിമീറ്റർ ദ്വാരം ഉള്ളതെന്ന് വെച്ചു. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മെഷ് അല്ല നമുക്ക് വെക്കേണ്ടത്, അത് 5 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ പരത്തി വെക്കണം. കാരണം 1-2 വർഷം കഴിയുമ്പോൾ മെഷ് അങ്ങ് ചുരുങ്ങാൻ തുടങ്ങും. അപ്പം 2 സെൻറ്റിമീറ്റർ ചെറിയ മെഷ് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങി അത് ദ്വാരത്തിനേക്കാളും ചെറുതാവും. അപ്പോൾ ചെറിയ മെഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദ്വാരത്തിനേക്കാളും ചെറുതായി ഹെർണിയ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ വലിയ മെഷ് വെക്കണം. അപ്പോൾ വലിയ മെഷ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ്റിൽ വലിയ മുറിവിടേണ്ടി വരും. അപ്പോൾ ആ വലിയ മുറിവിടുന്നതിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് വളരെ ചെറിയ മുറിവാണ്. 5 മില്ലിമീറ്റർ തൊട്ട് 1 സെൻറ്റിമീറ്റർ വരെയുള്ള ചെറിയ മുറിവുകൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ കുഴലിറക്കി നമ്മൾ വയറിൻ്റെ അകത്തൂടെ ദ്വാരം കണ്ടുപിടിച്ച് നമ്മൾ വല വെക്കുന്നതിനെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ആ സമയത്തും നമ്മൾ വലിയ മെഷ് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ 15 അല്ലെങ്കിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ ഉള്ള ദ്വാരത്തിന് ഒരു 12 തൊട്ട് 15 സെൻറ്റിമീറ്റർ വരെയുള്ള വലുപ്പമുള്ള മെഷ് വെക്കണം. അപ്പോൾ ഇതെങ്ങനെ ഈ വയറിനകത്തെത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ചുരുട്ടി നമ്മൾ ഉണ്ടാക്കിയ ദ്വാരത്തിനകത്തൂടെ അകത്തോട്ട് കയറ്റും. അപ്പോൾ നമുക്ക് അകത്ത് നല്ല വിശാലമായ ഏരിയ ഉണ്ട്. അത് അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ തുറന്ന് അത് നമുക്ക് ആ ദ്വാരത്തെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വെക്കാൻ പറ്റും. അത് മാത്രമല്ല, താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ ദ്വാരങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടും.
അത് നമുക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിക്കുമ്പോഴോ അത് കണ്ടുപിടിക്കണം എന്നില്ല. അപ്പോൾ ത്വക്കൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ വേറെ ദ്വാരങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വല അങ്ങോട്ടും കൂടെ ചേർത്ത് വെച്ച് തുന്നി വെക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഓപ്പണും ലാപ്രോസ്കോപ്പിയും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. പിന്നെയുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിലുള്ള മുറിവ് അത്ര ഒന്നുമില്ല ലാപ്രോസ്കോപ്പി സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല ഇൻഫെക്ഷൻ്റെ റേറ്റും ഓപ്പണിനെക്കാളിലും വളരെ കുറവാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. നമ്മൾ എത്ര വലിയ മുറിവ് ഇടുന്നോ അത്രയും വലിയ മുറിവിലായിരിക്കും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ. ചെറിയ മുറിവ് കുറയും തോറും ആ ഇൻഫെക്ഷൻ്റെ റേറ്റും കുറച്ച് കുറഞ്ഞു തന്നെ വരും. സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും പേടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ഇതിനെ തുടർന്ന് അതായത് സർജറിക്ക് ശേഷം എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ keep on listening to SK Junction on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം ഇന്ന് ഹെർണിയ എന്ന രോഗത്തെ പറ്റിയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഒരു എക്സ്പെർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മിറ്റേര ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കിജോസ്. 89.6 FM സർഗക്ഷേത്ര SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. സ്ത്രീകളിലും പുരുഷന്മാരിലും അതല്ലെങ്കിൽ കുട്ടികളിൽ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആക്ച്വലി ഹെർണിയ എന്ന് പറയുന്ന രോഗാവസ്ഥ. സോ ഇതിനെ ചെറുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. സോ ഏതൊക്കെ തരത്തില് ഹെർണിയയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയോ അതിനുള്ള ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെ എത്തിയിട്ടുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കിജോസ് ആണ്. ജോസ്ന മാം, നമ്മൾ കുറച്ച് മുൻപ് സർജറി തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രാ മരുന്നുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല, സർജറി തന്നെയാണ് നമുക്ക് ആവശ്യം. അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് സർജറി ഉണ്ട്. അതായത് ഒന്ന് ഓപ്പൺ സർജറിയും ഒന്ന് കീ ഹോളും ആണെന്ന് പറഞ്ഞു. അതുപോലെ മുറിവുകൾ കൂടുന്നതിനനുസരിച്ച് അത് ഉണങ്ങാനുള്ള സാധ്യതകളും ഇച്ചിരി കുറവായിരിക്കും. സോ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. സാധാരണക്കാരെല്ലാവരും പേടിക്കുന്ന കാര്യം സർജറി എന്ന് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷം ഒരു വ്യക്തി റിക്കവർ ആവാൻ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ ഇതിന്റെ പെയിൻ ഒക്കെ എങ്ങനെയായിരിക്കും മാം? ഇന്നത്തെ കാലത്ത് നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള പെയിൻ മാറ്റാൻ ഒരുപാട് നൂതന സംവിധാനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യൻറ്റിന് പെയിൻ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഓപ്പൺ സർജറിക്ക് ആയിരിക്കും കീ ഹോൾ സർജറിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പെയിൻ കൂടുതൽ. എന്നിരുന്നാൽ പോലും പെയിൻ നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. പിന്നെ ആൾക്കാരുടെ ഡൗട്ട് നമ്മൾ എത്ര നാൾ ബെഡിൽ കിടക്കണം, അനങ്ങാൻ പറ്റുമോ, തിരിയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ബെഡ് റെസ്റ്റ്, നമ്മൾ സർജറി കഴിഞ്ഞ് ഒരിക്കലും ബെഡ് റെസ്റ്റ് പറയത്തില്ല. ഓപ്പൺ ആണെങ്കിലും കീ ഹോൾ ആണെങ്കിലും പിറ്റേ ദിവസം തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ എണീപ്പിച്ച് നടത്തിക്കും, ടോയ്ലറ്റിൽ കൊണ്ടുപോകും, മൂത്രം ഒഴിപ്പിക്കും, അതെല്ലാം തന്നെ ചെയ്യാൻ തന്നെ പറയും. പിന്നെ നമുക്ക് അറിയേണ്ടത് എപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കീ ഹോൾ സർജറി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 ദിവസത്തെ റെസ്റ്റിന് ശേഷം വണ്ടി ഓടിച്ച് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. ഇത് കുറച്ചൊക്കെ ആളെയും ആ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ആ ദ്വാരത്തിൻ്റെ അളവും അല്ലെങ്കിൽ ആ വെച്ച ഓപ്പറേഷൻ്റെ സമയമൊക്കെ വേരി ചെയ്തിരിക്കും. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വന്തമായിട്ട് കാർ ഓടിച്ച്, ബൈക്കല്ല ഉദ്ദേശിക്കുന്നത്, വണ്ടി ഓടിച്ച് നമുക്ക് ജോലിക്ക് പോയി ജോലി ചെയ്യാൻ പറ്റും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ആഴ്ച വേണം ആ മുറിവൊന്ന് ഉണക്കിയെടുക്കാൻ. കാരണം മുറിവിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഒരു 2-3 ആഴ്ച വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്ത് മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ജോലിക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുക. പിന്നെ അടുത്തറിയേണ്ടത് ഇപ്പം എപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പം നമുക്കൊരു എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം നമുക്ക് നടക്കുകയോ അല്ലെങ്കിൽ ജോഗിങ് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഒരു 2 മാസത്തിന് ശേഷം നമുക്ക് വർക്കൗട്ടായിട്ടോ 2-3 മാസം എന്തായാലും എടുക്കും ഒന്ന് വർക്കൗട്ട് അല്ലെങ്കിൽ ഭയങ്കരമായ വെയിറ്റ് എടുക്കാൻ, വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്കൊക്കെ പോകാൻ. ഓപ്പൺ സർജറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നടക്കുന്നതിനോ അല്ലെങ്കിൽ ഓടുന്നതിനോ ഒന്നും വലിയ പ്രശ്നമില്ല. 1 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം, 1 മാസം 2 മാസം ഈ ഒരു ഗ്യാപ്പ്. പക്ഷേ നമ്മളൊരു വെയിറ്റ് എടുക്കുകയോ കഠിനമായ കാർഡിയോ എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4-5-6 മാസം എടുക്കും. ഓപ്പൺ സർജറി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് കുറച്ച് നേരത്തെ നമുക്ക് കുറച്ചും കൂടെ കാർഡിയോ അല്ലെങ്കിൽ വർക്കൗട്ട് കൂടുതൽ 2 മാസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം എടുക്കും. യെസ്, താങ്ക് യു മാം. ഇപ്പോൾ ഹെർണിയ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വെയിറ്റ് എടുക്കാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറേ നാൾ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ക്ലിയർ ആൻസർ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള എക്സസൈസ് ആയിരിക്കും നോർമലി അവർക്ക് ചെയ്യാനുണ്ടാവുക എന്നുള്ളത് നമുക്ക് സൂചിപ്പിച്ചാലോ? പക്ഷേ പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ നമ്മളിന്ന്
SK ജംഗ്ഷനിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഹേർണിയ നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനോ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിനോ ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ഒരു പേടി സ്വപ്നമായിട്ട് കാണാതെ നമുക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിക്കവർ ആവാനുള്ള ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് നോർമൽ റൂട്ടീനിലേക്ക് തിരിച്ചെത്താനായിട്ട് പറ്റും. സോ അതിനുള്ള ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് SK ജംഗ്ഷനിൽ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ് ആണ്. സോ മാം, നമ്മൾ സർജറിയെ പറ്റിയിട്ടായിരുന്നു കുറച്ച് നേരം മുൻപ് കാര്യമായിട്ട് സംസാരിച്ചത്. ഓപ്പൺ സർജറി, അതുപോലെ തന്നെ കീ ഹോൾ സർജറി, ആൻഡ് ഇത് റിക്കവർ ആവാൻ ഒരു വ്യക്തി എത്ര ടൈം എടുക്കും, അത് ഓപ്പൺ സർജറിക്ക് എത്ര നാളെടുക്കും, അതുപോലെ തന്നെ കീ ഹോളിന് എത്ര നാളെടുക്കും സെപ്പറേറ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ സർജറിയാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം മുറിവിന്റെ വലിപ്പം വലുതായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ടേക്ക് കെയർ. നമ്മൾ എന്തായാലും ഇനി അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം, വ്യായാമങ്ങളെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള വ്യായാമങ്ങളായിരിക്കും കൂടുതലായിട്ടും സർജൻസ് ആണെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അതായത് നേരത്തെ പറഞ്ഞ പോലെ കീഹോൾ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് എക്സസൈസ് വേണം, ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലിഫ്റ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വർക്കൗട്ട് ആയിട്ടുള്ള കാർഡിയോ എക്സസൈസോ നിങ്ങൾക്ക് ചെയ്യാം. ഓപ്പൺ സർജറി കഴിഞ്ഞവർ ഒരു 6 മാസം വരെ ഇതിന് ഒരു ബ്ലോക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ചെറിയ ചെറിയ കുട്ടി എക്സസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ യോഗ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നടക്കാൻ പറ്റും, ഒത്തിരി വെയിറ്റ് പൊക്കാത്ത രീതിയിലുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് ഈ കൂടെ ചെയ്തു പോകാം. അപ്പോൾ ഓപ്പൺ സർജറി കഴിഞ്ഞവർ വയറിന് നമുക്ക് ഇൻ ഷേപ്പ് പോലത്തെ ബെൽറ്റുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് വെയർ ചെയ്തിട്ട് കുറച്ച് നടക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വയറിനൊരു സപ്പോർട്ടും കൂടെ ആയിരിക്കും. അപ്പം ഈ എക്സസൈസ് ഉദ്ദേശിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ട്, അതായത് ഒരു 1-2-3 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സ്പീഡിൽ നടക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ചെറിയ ചെറിയ എക്സസൈസുകളായിട്ട് മുമ്പോട്ട് പോവുക. ഒത്തിരി വലിയ വർക്കൗട്ട് അധികം നേരത്തെ പിടിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. താങ്ക് യു മാം. സോ ഇതിനോട് തുടർന്ന് വരുന്ന ഒരു ഡൗട്ട്, സ്വാഭാവികമായിട്ടും ഒരു സർജറിക്ക് ശേഷം വീണ്ടും ആ വ്യക്തിക്ക് ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സാധ്യതയുണ്ടോ മാം? സാധ്യത ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സമയം ആക്ച്വലി നമ്മൾ ഭയങ്കരമായിട്ടും കെയർ എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെയും വരാം. കാരണം ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ നമ്മളതൊന്നും നോക്കാതെ വെയിറ്റ് എടുക്കുകയോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മസിൽ പൊട്ടിപ്പോവുകയും അല്ലെന്നുണ്ടെങ്കിൽ ആ മെഷീനെ കുറച്ച് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മൾ ആ മുറിവിനും അല്ലെങ്കിൽ നമ്മൾ ആ വെച്ച മെഷീനും ഒരു ബഹുമാനം കൊടുക്കുകയും അതനുസരിച്ച് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് കുറച്ച് ലിമിറ്റ് ചെയ്യുകയും തന്നെ വേണം. പിന്നെ ഈ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പിന്നെയും പോയി ടോയ്ലറ്റിൽ പോയി സ്ട്രെയിൻ ചെയ്യുമോ അല്ലെന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒത്തിരി മുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു പ്രഷർ കൊടുക്കുക. അപ്പം അത് കൊടുക്കുന്നു അത്ര നല്ലതല്ല. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി എല്ലാ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു 2-3 മാസത്തേക്ക് നമ്മൾ നന്നായിട്ട് ഈ പറഞ്ഞ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ റിക്കറൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ കുറേയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തെയും ചെയ്യുന്ന ടെക്നിക്സിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് തിരിച്ച് വരുന്ന കാര്യത്തിൽ. അപ്പം അതും ഇതും എല്ലാം കൊണ്ടും ഇത് തിരിച്ച് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാം. പക്ഷെ പ്രോപ്പറായിട്ടാണ് നമ്മളെല്ലാം പോകുന്നെങ്കിൽ ഇത് വരാൻ ഉള്ള ചാൻസ് കുറച്ച് കുറവാണ്. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സർജൻസ് ഒക്കെ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് സർജറിക്ക് ശേഷം നമ്മളെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് റിലീഫ് ആയിട്ടുള്ള ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ സർജറി കഴിഞ്ഞു, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സസൈസിലൂടെ നമ്മളെ തിരിച്ച് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇനിയും ഒരു കാര്യം അറിയാനുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടുകൊണ്ടേയിരിക്കും. SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത് തന്നെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. Once again, welcome back to SK Junction on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ രാവിലെ മുതൽ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഹെർണിയ എന്ന് പറയുന്ന അസുഖത്തെ പറ്റി തന്നെയായിരുന്നു. നമുക്ക് പലർക്കും അപരിചിതമായിട്ടുള്ള ഒരു രോഗമാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഇതെന്താണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്, എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ ഒരു കാര്യം കൂടി അറിയാനാണ് കേട്ടോ. പക്ഷെ അതിന് മുൻപ് നമ്മൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന ആ എക്സ്പെർട്ടിനെ ഒന്നുകൂടി പരിചയപ്പെടുത്താണ്. നമ്മുടെ സ്വന്തം മിറ്ററ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ജോസ്ന കെ ജോസ് മാം. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി SK ജംഗ്ഷനിൽ ഈ ഒരു ടോക്കിലൂടെ അറിഞ്ഞു. പലരും ഇനി സർജറി ചെയ്യാൻ വില്ലിംഗ് അല്ല, സർജറി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരോട്, അല്ലെങ്കിൽ അങ്ങനെ മൂവ് ഓൺ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മളിപ്പോൾ സർജറി ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ദ്വാരത്തിനകത്തൂടെ നമ്മുടെ വയറിനകത്തെ പ്രഷർ വന്ന് കൂടി എപ്പോഴേലും കുടൽ വന്ന് കയറിയിരുന്ന് അത് തിരിച്ചു പോകാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെയധികം വേദനയായിരിക്കും. അപ്പോൾ ആ വേദന വെച്ചുകൊണ്ടിരുന്ന ഒരു 6 മണിക്കൂറേലും അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കയറിയിരുന്ന കുടലിൽ ഉള്ള രക്തയോട്ടം നശിക്കും. അങ്ങനെ ആ കുടൽ ജീർണിച്ച് പോവുകയും പിന്നെ നമുക്ക് ചെയ്യാനുള്ള
ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടലിൽ ജീർണിച്ച ഭാഗം മുറിച്ച് മാറ്റി ബാക്കി ഭാഗം തുന്നിച്ചേർത്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വെക്കാൻ പറ്റാത്ത രീതിയിൽ കുടൽ ഇപ്പം വീർത്ത് കെട്ടി കിടക്കുവാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് വിഷമം വരും. എന്നാൽ പോലും നമ്മുടെ വയറിൻ്റെ ഭിത്തിയിലേക്ക് ആ കുടലെടുത്ത് വെച്ച് ബാഗ് ഒട്ടിച്ച് മലവിസർജനം അതിലൂടെ ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു രീതിയിലെത്തും. അപ്പം അതാണ് ഒരു പ്രശ്നം. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഹെർണിയ ഉണ്ട്, ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ നാളെ എമർജൻസി ആയിട്ട് ചെയ്യണം എന്നൊന്നും അല്ല. നിങ്ങൾ ഹെർണിയ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യവും സന്ദർഭവും സമയവും ഒത്തു വരുമ്പോൾ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്കൊരു വേദന വരുവാണ്, അല്ലെങ്കിൽ തള്ളി വന്ന ഭാഗം ഇറങ്ങി പോകാതിരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കരമായ വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ നിന്ന് ഗ്യാസ് പോലും താഴ്ക്കൂടെ കീഴ്ശ്വാസം പോലും പഴയാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഇപ്പോഴും നമ്മുടെ കാഷ്വാലിറ്റികളിൽ 2-3 ദിവസം ഇരുന്ന് വരുന്ന ആൾക്കാരുണ്ട് വളരെ മോശമായിട്ട്. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഹെർണിയ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. അതിന് ഇപ്പം ഇത്ര റിസ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നത് നിങ്ങളുടെ സമയം പോലെ. പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഇതുപോലെ നല്ല ശക്തമായ വേദനയോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുക ശക്തമായ വേദനയോ ഇറങ്ങിപ്പോകാത്തൊരവസ്ഥയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും വേഗം തന്നെ ചെയ്യണം. സോ സർജറി ചെയ്തില്ലെങ്കിൽ എത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ഇപ്പോൾ മാം നമ്മുടെ ജ്യോത്സ്ന മാം നമ്മുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. സോ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വേദന തരുന്ന രീതിയിലുള്ളൊരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ സർജറി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കും അഡ്വൈസ് ചെയ്യാനുള്ളത്. കൂടെ ഇനി നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ജനറലി മാമിന് എന്താണ് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്? ഈ ടോക്ക് നമ്മളെടുത്ത് ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. അപ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമ്മുടെ കാഷ്വാലിറ്റികളിൽ ഇത് കുരുങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഇത്രയും നമ്മൾ അറിവ് എല്ലാ വീഡിയോസിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഇങ്ങനെ ഇത്രയും ഒക്കെ പറഞ്ഞു തന്നിട്ടും ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഹെർണിയ വെച്ചുകൊണ്ടിരിക്കാൻ നല്ല ഉദ്ദേശിക്കുന്നത്, ഇത് കുരുങ്ങിയിട്ടും വെച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഈ പ്രശ്നമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഹെർണിയ ഉണ്ട് എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോകുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളതിന് സമയം എടുത്തോളൂ. നിങ്ങൾക്ക് പതുക്കെ മതിയെങ്കിൽ പതുക്കെ മതി, അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ സർജറിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി ഭാരം ചുമക്കാതിരിക്കുക, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഡയറ്റിനകത്ത് ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ആ സ്ട്രെയിൻ ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടെ കുറയും. അപ്പം എപ്പോഴും അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒത്തിരി വെയിറ്റ് പൊക്കി ഇത് കുരുക്കരുത്, അതാണ് വേറൊരു പ്രശ്നം. അപ്പം എപ്പോഴും അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ചിലപ്പോൾ കുറച്ച് നാൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് തീർന്ന് ഓപ്പറേഷൻ ചെയ്യാൻ എത്തുന്നിടം വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പിന്നെ പറയുവാണ്, ഇതൊരു പ്രശ്നമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം എപ്പോഴും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്നെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡീനെ എപ്പോഴും കെയർ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം, അവരെന്താ പറയുന്നതെന്ന് കേൾക്കണം. അവരെന്തെങ്കിലും എമർജൻസി പറയുവാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യണം. അതല്ല നമുക്കൊരു ഗ്യാപ്പ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ന്യൂട്രീഷനൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് മാം. കാരണം ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു അല്ലേ. എത്ര വേഗമാണ് സമയം പോയതെന്ന് ശരിക്കും അറിഞ്ഞു പോലുമില്ല. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് കേട്ടതും അറിഞ്ഞതും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സോ നമുക്കും മാം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് എന്താ പറയുക ഡിറ്റോ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. സോ ഏതെങ്കിലും തരത്തിലുള്ള ഹെർണിയയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടും ഡോക്ടറെ വേഗം തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇനിയപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്യാനുള്ള ഒരു മൂഡാണ്. നമ്മൾ ഒരുപാട് താങ്ക് യു പറയാണ്. ജ്യോത്സ്ന കെ ജോസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്, നമ്മുടെ സ്വന്തം മിറ്ററ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഫീൽഡിൽ ലേഡി സർജൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു എക്സ്പേർട്ടിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു അന്ന. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ഹാപ്പി ലിസണിങ്. കേട്ടോണ്ടേയിരിക്കും ഇനിയും കലക്കൻ പരിപാടികൾ. സർഗക്ഷേത്ര 89.6 FM വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അന്ന. 89.6 FM സർഗക്ഷേത്ര.